ചിറകൊടിഞ്ഞ മാലാഖയ്ക്ക് ഇന്ന് ചിറക് വന്നു. അവൾ അതിരില്ലാത്ത ആകാശത്തേക്ക് പറന്ന് പറന്നു മറഞ്ഞു. ചിരിക്കുന്ന മുഖം കൊടുത്ത കർത്താവിനരികെ അവൾ നിത്യവിശ്രമത്തിൽ ചേർന്നു. പുഞ്ചിരിയോടെ സ്വർഗത്തിലേക്ക് പറന്നുയർന്ന ക്ലാരമ്മ എന്ന മാലാഖയെക്കുറിച്ച് സന്യാസിനിയുടെ ഹൃദയഭേദകമായ കുറിപ്പ്. ചന്തയിൽ നിന്നും കിട്ടിയ ചുന്ദരി മാലാഖ എന്ന ശീർഷകത്തിൽ സിസ്റ്റർ സോണിയ കെ ചാക്കോയുടെ കുറിപ്പാണിത്. ക്ലാരയെ ഞാൻ ആദ്യമായി കാണുന്നത് 2005 ജൂൺ മാസമാണ്. +2 കഴിഞ്ഞ് പാവങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സിസ്റ്ററാകാനുള്ള ആഗ്രഹവുമായി ഞാൻ ഇരിട്ടിക്കടുത്തുള്ള മാരില്ലാക് ഭവനത്തിൽ ആദ്യമായി വന്നപ്പോഴാണ്. കുഞ്ഞിലെ പോളിയോ വന്ന് 2 കാലുകൾക്കും സ്വാധീനമില്ലാതെ ഇരിക്കാൻ മാത്രം പറ്റുന്ന എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി ഒരു ചേച്ചി. അവളുടെ മാതാപിതാക്കൾക്ക് വയസ്സായതിനാലും ഒപ്പം ഭിക്ഷാടനത്തിനായും കൊണ്ടുപോയിരുന്നതിനാൽ ആരൊക്കെയോ കൂടി 2000-ൽ ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവന്നതായിരുന്നു അവളെ. അന്ന് മുതൽ ക്ലാരമ്മ ഞങ്ങളുടെ രാജകുമാരിയായിരുന്നു. ക്ലാര ചേച്ചി എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു. കാരണം അവളുടെ പല്ലുകളൊന്നും ഇല്ലാത്ത ആ മോണ മാത്രം കാണിച്ചുള്ള പുഞ്ചിരി അത് വളരെ ഹൃദ്യമായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അർത്ഥനികൾ അവളോട് യാത്ര പറഞ്ഞ് പഠനം തുടരാൻ കൊല്ലത്തേക്ക് പോയിരുന്നു. പിന്നീട് സിസ്റ്ററായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2013-14 വർഷങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്തുള്ള മാരിലാക് ഭവനിൽ ഭിന്നശേഷിയുള്ള നാനാ മതവിഭാഗത്തിൽപ്പെട്ട 45ഓളം യുവതികളെയും അമ്മമാരെയും നോക്കുവാൻ ലഭിച്ച അവസരം അതൊരിക്കലും മറക്കാനാവില്ല. ഉള്ളവരും ഇല്ലാത്തവരുമായ നിരവധി ചേച്ചിമാർ, മാനസികമായ വൈകല്യമുള്ളവർ, ഭിന്നശേഷിക്കാർ, പിന്നെ വഴിയോരങ്ങളിൽ അലഞ്ഞു നടന്നവർ. അവരിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം ക്ലാരയായിരുന്നു. ക്ലാരമ്മയ്ക്ക് തനിച്ചൊന്നും ചെയ്യാനാവില്ല. കാലുകളുടെ മുട്ടുകൾ മടങ്ങില്ല, ചലനശേഷിയില്ല. കൈകളുടെ വിരലുകൾ അനങ്ങും എങ്കിലും കൈപ്പത്തികൾ അനങ്ങില്ല. ഒപ്പം ഒരു കൈയുടെ മുട്ടും. അവൾ എന്നും കുത്തിയിരിപ്പായിരുന്നു. രാവിലെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം. ഇരുന്ന് മടുക്കുമ്പോൾ ക്ലാര വിളിക്കും, അമ്മയെ വേനിക്കുന്നു. അപ്പോൾ അവളെ പതിയെ പിടിച്ചു കിടത്തും. നടുവ് വേദനിക്കുന്ന കാര്യമാണ്. വല്ല കൊതുകോ മറ്റോ കടിച്ചാലാണ് അവൾ ഏറെ കഷ്ടപ്പെട്ടിരുന്നത്. കാരണം ഒന്ന് ചൊറിയാനോ ഓടിക്കാനോ അവൾക്ക് പറ്റില്ലായിരുന്നു. മഠത്തിൽ കുർബാനയുള്ളപ്പോഴും എല്ലാ വെള്ളിയാഴ്ചത്തെ ആരാധന സമയത്തും ക്ലാരയെ എടുത്തുകൊണ്ട് ഞങ്ങൾ വരുമായിരുന്നു. ഈശോ ഈശോ എന്ന് ഈശോയെ വിളിച്ച് ഈശോയോട് പറയൂ ക്ലാരെ, നടുവേദന ഈശോ മാറ്റും. പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി പ്രാർത്ഥിക്കൂ കേട്ടോ. എല്ലാത്തിനും അവൾക്കൊരു മൂളലായിരുന്നു ഉത്തരം. 2014-ൽ ഗവൺമെൻറ് രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് എന്നെക്കാളും വയസ്സുണ്ട് എന്ന് മനസ്സിലായത്. അന്നു മുതൽ ഞാൻ ക്ലാരയെ ക്ലാരമ്മ എന്ന് വിളിക്കാൻ തുടങ്ങി. വയറുവേദനകൾ വരുമ്പോൾ അവൾ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു. കാരണം അവളുടെ വയറും കാലുകളും ഒട്ടിയ പോലെയായിരുന്നു. അതുകൊണ്ട് വേദനിക്കുമ്പോഴൊന്ന് വയറ് തിരുമ്മിക്കൊടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ചില സമയങ്ങളിൽ ക്ലാരമ്മേ എന്ന് വിളിക്കുമ്പോൾ ഓനി എന്നവൾ തിരിച്ച് ചിരിച്ചു വിളിക്കും. എന്നിട്ട് മോണ കാട്ടി വാ വിളിച്ചൊരു ചിരിയുണ്ട്. രാവിലെ അവരെ കുളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയിരുന്നത്. ചിലപ്പോൾ ക്ലാരമ്മയോട് ഞാൻ പറയുമായിരുന്നു, ക്ലാരമ്മയെ നിന്നെ എടുത്ത് എനിക്ക് നടുവ് വേദനയാണ് കേട്ടോ. ഒന്നും പറയാതെ അപ്പോഴും മോണ കാട്ടിച്ചിരിക്കും. പിന്നെ കാണുമ്പോൾ ചോദിക്കും, അമ്മേ വേന കുറഞ്ഞോ? ആ കുറവുണ്ട് എന്ന് ഞാനും പറയും. കുർബാന സമയം അന്നാ പെസഹ പാടുമ്പോൾ മുതൽ അവളും അക്ഷരങ്ങൾ വ്യക്തമല്ലാത്ത അവളുടെ ഭാഷയിൽ പാടിത്തുടങ്ങുമായിരുന്നു. ചില വൈദികർക്ക് അത് ബുദ്ധിമുട്ടായി പറഞ്ഞപ്പോൾ ഞങ്ങൾ ക്ലാരയോട് ശബ്ദം കുറച്ച് പാടാൻ പറയുമായിരുന്നു. എന്തായാലും പ്രാർത്ഥന അവൾക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മാലാഖ ഈശോയെ ആദ്യമായി സ്വീകരിച്ച ദിനം വന്നു. മിശിഹായുടെ തിരുശരീരവും രക്തവും കേട്ടതും അവൾ ഉറക്കെ ആമേൻ പറഞ്ഞു. ഈശോയെ സ്വീകരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു ക്ലാരമ്മയ്ക്ക്. എല്ലാ വർഷവും അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ ക്ലാരയെ കാണാൻ പോകുമായിരുന്നു. ക്ലാരെ, എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ അവൾ സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ പറയും, ഓനി. ദുഃഖ്രാന തിരുനാൾ ദിവസം 47-ാം വയസ്സിൽ ക്ലാരമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞ് സ്വർഗത്തിലേക്ക് പറന്നകുന്നു. ക്ലാരമ്മേ, ഇനി ഓനി എന്നുള്ള വിളി കേൾക്കില്ലല്ലോ. പിന്നെ നിന്റെ മധുരപ്പാൽ പുഞ്ചിരിയും. 25 വർഷങ്ങൾ ഒത്തിരി സിസ്റ്റേഴ്സും ഇടവകക്കാരും പിന്നെ കാണാൻ വന്ന എല്ലാവരും ക്ലാരയെ മറക്കില്ല. കാരണം നിന്റെ പുഞ്ചിരി അത്രമേൽ ഹൃദ്യമായിരുന്നു. ക്ലാരമ്മേ, ഗുഡ് ബൈ. സ്വർഗത്തിൽ ഈശോയോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നതാണ് കുറിപ്പ്. ഹൃദയസ്പർശിയായ കണ്ണു നിറയ്ക്കുന്ന കുറിപ്പ്. ഇതൊരു ക്ലാരമ്മയെക്കുറിച്ചല്ല. നമ്മുടെ ഇടയിൽ ക്രൈസ്തവ സന്യാസിനിമാർ നടത്തുന്ന 100 കണക്കിന് അഗതി മന്ദിരങ്ങളിൽ ഇത്തരം ക്ലാരമ്മമാർ ഒരുപാടുണ്ട്. അവരെ സ്വന്തം അമ്മമാരെ പോലെ, സഹോദരിമാരെ പോലെ, മക്കളെ പോലെ പരിചരിക്കുന്ന ഒരുപാട് സന്യാസിനിമാരുണ്ട്, അന്തേവാസികളുണ്ട്. അവർക്കെല്ലാം ഇത്തരം ഓരോ കഥകൾ പറയാനുണ്ടാവും, ഓരോ വിയോഗത്തോടുമൊപ്പം.